ഗുഡ് മോർണിംഗ്. നമ്മളിപ്പം റാൻഡം വേരിയബിൾസിൻ്റെ ബാക്കി ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യണം. ഫസ്റ്റ് നമ്മൾ പഠിച്ചിരുന്നത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നു. അതിനുശേഷം നമ്മളിനി അടുത്ത ഡിസ്ട്രിബ്യൂഷനിലേക്ക് കടക്കുകയാണ്, പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ. In binomial distribution, n is finite, so it is possible to count the number of times an event occurs and the number of times it does not occur. നമ്മുടെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ കണ്ടപ്പോൾ നമ്മൾ കണ്ടതാണ് അൺനോൺ പാരാമീറ്റേഴ്സ് രണ്ടെണ്ണം അല്ലേ, എന്നും ബിയും ആണ്. അതിൽ n എന്ന് പറയുന്നത് ഫൈനൈറ്റ് ആയിരിക്കും. ഇവിടെ n ഫൈനൈറ്റ് ആയതുകൊണ്ട് തന്നെ എത്ര തവണ ഒരു ഇവൻ്റ് ഒക്കർ ചെയ്യുന്നുണ്ടെന്നോ അല്ലെങ്കിൽ എത്ര തവണ ഈ ഇവൻ്റ് ഒക്കർ ചെയ്യുന്നില്ലെന്നൊക്കെ ഉള്ളത് നമുക്ക് കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സപ്പോസ് ആൻ ഇവൻറ്റ് ഈസ് rare, for example number of accidents in a road, then it may be possible to count the number of times an event occur but not possible to count the number of time it does not occur. അപ്പം ഈ നമ്മൾ വേറൊരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യുക. നമ്മളൊരു റെയർ ഇവൻറ്റ് കൺസിഡർ ചെയ്യുകയെന്ന് വെച്ചു. ഒരു എക്സാമ്പിളായിട്ട് കൊടുത്തിരിക്കുന്നത് ഒരു റോഡിൽ നടക്കുന്ന നമ്പർ ഓഫ് ആക്സിഡൻറ്റ്സ്. അപ്പം അതൊരു റെയർ ഇവൻ്റാണ്, എപ്പോഴും ആക്സിഡൻറ്റ്സ് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഈ ഒരു കേസിൽ നമുക്ക് ആ ഒരു ഇവൻ്റ് ഒക്കർ ചെയ്തത് എത്ര തവണയെന്ന് നമുക്ക് കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ എത്ര തവണ ആ ഒരു ഇവൻ്റ് ഒക്കർ ചെയ്യുന്നില്ലെന്നുള്ള കാര്യം നമുക്ക് കൗണ്ട് ചെയ്യാൻ വേണ്ടി പറ്റുമോ? പറ്റത്തില്ല. ദിസ് ഈസ് ബിക്കോസ് ടോട്ടൽ നമ്പർ ഓഫ് ട്രയൽസ് ഓഫ് ദ എക്സ്പെരിമെൻറ്റ് ഈസ് നോട്ട് പ്രിസൈസ്ലി നോൺ. പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ഈസ് എ ഡിസ്ട്രിബ്യൂഷൻ സ്യൂട്ടബിൾ ടു സച്ച് സിറ്റുവേഷൻ. അപ്പോൾ ഈ ഒരു കേസിൽ നമുക്ക് ആക്സിഡൻറ്റ് എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു, അതിനകത്ത് ആക്സിഡൻറ്റ് എത്ര തവണ ഉണ്ടാകുന്നുണ്ടെന്നുള്ള, അതായത് നമ്പർ ഓഫ് ഇവൻറ്റ്സ് എത്ര തവണ ഒക്കർ ചെയ്യുന്നുണ്ടെന്നുള്ളത് നമുക്ക് കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അൺനോൺ ഇവൻറ്റ്സ് എത്ര തവണ ഇവൻറ്റ് ഒക്കർ ചെയ്യുന്നില്ലെന്നുള്ള കാര്യം നമുക്ക് അൺനോൺ ആണ്. അപ്പം അതിൻ്റെ കേസ് എന്താണ്, അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ടോട്ടൽ നമ്പർ ഓഫ് ട്രയൽസ് എത്രയാണെന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. ആ n എന്നുള്ളത് ഇവിടെ ഇൻഫൈനൈറ്റ് ആണ്. ബൈനോമിയലിൻ്റെ കേസിൽ എന്തായിരുന്നു, അതൊരു ഫൈനൈറ്റ് നമ്പർ ആയിരുന്നു. പക്ഷേ ഈ ഒരു കേസിൽ ഇതൊരു ഇൻഫൈനൈറ്റ് ആണ്, പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഇങ്ങനെയുള്ള കേസിൽ നമ്മൾ ആ ഒരു ഡിസ്ട്രിബ്യൂഷനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. Poisson distribution as a limiting case of binomial distribution. Poisson distribution may be obtained as a limiting case of binomial distribution under the following conditions. ഈ ഒരു ചില കണ്ടീഷൻസ് ഫോളോ ചെയ്യുമ്പം ഈ ഒരു പോയ്സൺ ഡിസ്ട്രിബ്യൂഷനെ നമുക്ക് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു ലിമിറ്റിംഗ് കേസായിട്ട് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതിൻ്റെ കണ്ടീഷൻസ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. The number of trials is very large, that is n tends to infinity. Probability of success for each trial is very small, that is p tends to 0. np is finite, say m. അപ്പോൾ നമ്മൾ ഈ ഒരു 3 കണ്ടീഷൻസ് ഫോളോ ചെയ്യുന്ന കേസിൽ ഈ ഒരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനെ നമുക്ക് പോയ്സൺ ഡിസ്ട്രിബ്യൂഷനായിട്ട് ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. കണ്ടീഷൻസ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആ n എന്നുള്ള നമ്പർ ഓഫ് ട്രയൽസ് വളരെ ലാർജ് ആയിരിക്കണം, അതായത് n ഇൻഫിനിറ്റിയിലേക്ക് പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ ആ ഒരു കേസും പിന്നെ പ്രോബബിലിറ്റി ഓഫ് സക്സസ് p എന്ന് പറയുന്നത് 0യിലേക്ക് ടെൻഡ് ചെയ്യണം, അതായത് p എന്ന് പറയുന്നത് വളരെ സ്മോൾ ആയിട്ടുള്ളൊരു നമ്പർ ആയിരിക്കണം, 0യ്ക്ക് അടുത്തായിട്ട് നിൽക്കുന്ന നമ്പർ ആയിരിക്കണം. അതുമാത്രമല്ല n ഇൻറ്റു p എന്നുള്ള ആ ഒരു പ്രൊഡക്റ്റ് ഫൈനൈറ്റ് ആയിട്ടുള്ളൊരു നമ്പർ ആയിരിക്കണം. അപ്പോൾ അങ്ങനെ ഈ ഒരു 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ ഒരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനെ പോയ്സൺ ഡിസ്ട്രിബ്യൂഷനായിട്ട് ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. Therefore, Poisson distribution can be stated in the following manner. Let the probability for success in a single trial of a random experiment is very small, that is p tends to 0, and the experiment be repeated larger number of times, that is n tends to infinity. Then the probability for x successes out of these n trials is given by p of x equal to e raised to minus m raised to x by x factorial. This law is called Poisson law. അപ്പോൾ നമുക്ക് ഈ പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? നമ്മുടെ നമ്പർ ഓഫ് ട്രയൽസ് ആയ n വളരെ ലാർജ് ആയിരിക്കണം, അതുപോലെ തന്നെ പ്രോബബിലിറ്റി ഓഫ് സക്സസ് എന്ന് പറയുന്ന p വളരെ ചെറുതായിരിക്കണം, ടെൻസ് ടു 0യിലേക്ക് പോകുന്ന പോലെ ചെറുതായിരിക്കണം. അപ്പോൾ അങ്ങനെ ഉള്ളൊരു കേസിൽ n ട്രയൽസിനകത്തുനിന്ന് എക്സ് സക്സസ് വരാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു റൂളാണ് നമ്മുടെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പോയ്സൺ എന്ന് പറഞ്ഞ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതെന്ന് പറയുന്നത് p ഓഫ് എക്സ് ഈക്വൽ ടു e raised to minus m raised to x by x factorial എന്നുള്ളതായിരിക്കും. ഇതാണ് നമ്മുടെ പോയ്സൺ ലോ എന്ന് പറഞ്ഞ് അറിയപ്പെടുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ മീനിങ് ആൻഡ് ഡെഫിനിഷൻ നോക്കാം. എ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ x is said to follow Poisson distribution if its probability density function is p of x equal to e raised to minus m raised to x by x factorial for x assuming values 0, 1, 2, 3 etc. അപ്പം ഇതാണ് ഈ ഒരു പി ഓഫ് എക്സ് എന്ന് പറയുന്ന പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷനാണ് ഈ ഒരു പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ്റെ. അതാണ് ഈ കൊടുത്തിരിക്കുന്ന പി ഓഫ് എക്സ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എം റേസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ. ഇവിടെ എക്സ് എടുക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് 0, 1, 2, 3 എക്സെട്രയാണ്. അതായത് അത് ഒരു പർട്ടിക്കുലർ എന്നിൽ അവസാനിക്കുന്നില്ല, കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുക. കൗണ്ടബിൾ നമ്പർ ഓഫ് പോയിൻറ്റ്സ് ആയിരിക്കും. 0, 1, 2, 3 എന്ന് പറഞ്ഞാൽ കൗണ്ടബിൾ നമ്പർ ഓഫ് പോയിൻറ്റ്സ് ആയിരിക്കും, പക്ഷേ അതിനൊരു എൻഡിങ് ഉണ്ടാകത്തില്ല. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ പി എഫ് എന്തായിരുന്നു? എൻ സി എക്സ് പി റേസ് ടു എക്സ് ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ് ആണ്. അപ്പം പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ്റെ കേസ് വന്നപ്പോൾ അത് ഇ റേസ് ടു മൈനസ് എം റേസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ എന്നുള്ളതാണ്.
Poisson distribution may be expected in cases where the chances of happening of any individual event is small, so the distribution is used to describe the behavior of rare events. Therefore it is called the law of improbable events. ഇപ്പോൾ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ മിക്കപ്പോഴും നമ്മൾ റെയർ ആയിട്ടുള്ള ഇവൻറ്റ്സ് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡിസ്ട്രിബ്യൂഷനെ നമുക്ക് ലോ ഓഫ് ഇംപ്രോബബിൾ ഇവൻറ്റ്സ് എന്ന് പറഞ്ഞും അറിയപ്പെടുന്നുണ്ട്. Putting x equal to 0, 1, 2, 3, etc. in the probability function p of x e raised to minus m raised to x by x factorial, we obtain the probabilities for 0, 1, 2, 3, etc. times to the event to happen. അപ്പോൾ നമ്മൾ എങ്ങനെയാണോ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ ചെയ്തത് അതുപോലെ തന്നെയാണ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ ചെയ്യുന്നത്. നമ്മൾ എക്സിന് 0, 1, 2, 3 എക്സെട്ര വാല്യൂസ് ഇട്ട് കൊടുത്ത് ഈ ഒരു പി ഓഫ് എക്സിനകത്ത് ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ ഓരോ കേസിലെ പ്രോബബിലിറ്റീസ് കണ്ടുപിടിക്കുന്നത്. If we know m, all the terms of the Poisson distribution can be obtained. M is a parameter of the Poisson distribution. It is a mean of the Poisson distribution. അപ്പോൾ നമ്മൾ m എന്നുള്ള ഈ raised to minus m raised to x by x factorial എന്നുള്ള ഈ ഒരു ടേം ഉണ്ടല്ലോ, ഇതിനകത്ത് m എന്നുള്ള ആ ഒരു ടേം നമുക്ക് അറിയാമെങ്കിൽ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ്റെ എല്ലാ വാല്യൂസും നമുക്ക് കണ്ടുപിടിക്കാം. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ അൺനോൺ പാരാമീറ്റേഴ്സ് ഏതൊക്കെയായിരുന്നു? എന്നും പിയും ആയിരുന്നു. ഇത് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ്റെ കേസ് വരുമ്പം അത് m എന്നുള്ളതാണ്. അപ്പം പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ്റെ മീനും എം തന്നെയായിരിക്കും. ഇനി യൂസ് ഓർ ഇമ്പോർട്ടൻസ് ഓഫ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ തന്നെ വായിച്ചു നോക്കുക. ഇനി നമുക്ക് പ്രോപ്പർട്ടീസ് ഓഫ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ നോക്കാം. പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ഈസ് എ ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. ഇതൊരു ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ്. If x follows a Poisson distribution, then x takes value 0, 1, 2, 3 to the infinity. ഇത് നമ്മൾ കണ്ടതാണ്. എക്സ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുമെങ്കിൽ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? 0, 1, 2, 3 ഇൻഫിനിറ്റി വരെയും പോകും. നമുക്ക് ഇവിടെ ഒരു ഫുൾ സ്റ്റോപ്പ്, ഒരു പർട്ടിക്കുലർ നമ്പറിൽ ഫുൾ സ്റ്റോപ്പ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റത്തില്ല. 0, 1, 2, 3 എക്സെട്ര ടു ദി ഇൻഫിനിറ്റി ആയിരിക്കും. Poisson distribution has a single parameter m. When m is known, all the terms can be found out. അപ്പോൾ ഇതാണ് നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞത്. ഇതിനൊരൊറ്റ പാരാമീറ്ററേ ഉള്ളൂ, അത് m ആയിരിക്കും. m അറിയാമെങ്കിൽ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ്റെ എല്ലാ വാല്യൂസും തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. മീൻ ആൻഡ് വേരിയൻസ് ഓഫ് ദ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ആർ ഈക്വൽ ടു m. പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ മീനും വേരിയൻസും സെയിം ആണ്. m ആയിരിക്കും മീനും വേരിയൻസും. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിലെ മീൻ എന്തായിരുന്നു? എൻ പിയും വേരിയൻസ് എൻ പി ക്യൂവും ആയിരുന്നു. Poisson distribution is a positively skewed distribution. അപ്പോൾ ഇതൊരു പോസിറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഇനി നമുക്ക് നോട്ട് നോക്കാം. എക്സ് ഫാക്ടോറിയൽ ഇസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 2 ഇൻറ്റു എക്സെട്ര ഇൻറ്റു 2 ഇൻറ്റു 1. ഒരു നമ്പറിൻ്റെ ഫാക്ടോറിയൽ കണ്ടുപിടിക്കാനൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. എങ്ങനെയാണ് ഫാക്ടോറിയൽ കണ്ടുപിടിക്കുന്നത്? ഇപ്പം ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് 3 ഫാക്ടോറിയൽ എന്ന്. 3 ഫാക്ടോറിയൽ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? 3 തൊട്ട് അതിൻ്റെ ബാക്കിലേക്ക് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രം മതി. 3 ഫാക്ടോറിയൽ കണ്ടുപിടിക്കണമെങ്കിൽ 3 ഇൻറ്റു 2 ഇൻറ്റു 1. 5 ഫാക്ടോറിയൽ ആയിരുന്നു കണ്ടുപിടിക്കണമെങ്കിലോ 5 ഫാക്ടോറിയൽ ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? 5 ഫാക്ടോറിയൽ ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 ആയിരിക്കും. അതായത് 5 തൊട്ട് നമ്മൾ താഴേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഏതൊരു നമ്പറിൻ്റെയും ഫാക്ടോറിയൽ നമ്മൾ കണ്ടുപിടിക്കുമ്പം ആ നമ്പർ തൊട്ട് 1 വരെ മൾട്ടിപ്ലൈ ചെയ്താൽ വേണ്ടി മാത്രം മതി. ഇനി നമ്മുടെ രണ്ടാമത്തെ നോട്ട് നോക്കാം. e raised to minus m എന്ന് പറയുന്നത് 1 by antilog of m into log e, where log e is equal to 0.4343. അപ്പോൾ ഈ ഒരു കാര്യം കൂടെ ഓർത്തിരിക്കുക. e raised to minus m എന്ന് പറയുന്നത് 1 by antilog of m into log e ആയിരിക്കും. log e എന്താ? 0.4343 ആയിരിക്കും. ഇതിനൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. e raised to minus 2.5 എങ്ങനെ കണ്ടുപിടിക്കുന്നത്? e raised to minus 2.5 വരുമ്പോൾ 1 by antilog of 2.5 ഇൻറ്റു ലോഗി എന്താ? 0.4343. അപ്പോൾ അത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 0.0821 എന്ന് പറഞ്ഞാൽ കിട്ടുന്നത്. ഇപ്പോൾ പ്രോബ്ലംസ് വരുമ്പോഴത്തേക്ക് നമ്മൾ ഇങ്ങനെ വേണം ചെയ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. If 3% of electric bulbs manufactured by a company are defective, find the probability that in a sample of 100 bulbs, exactly 5 bulbs are defective. ഒരു കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന ബൾബിനകത്ത് 3% ഡിഫക്റ്റീവ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 100 ബൾബ്സ് ഉള്ള ഒരു സാമ്പിളിനകത്ത് നിന്ന് 5 ബൾബ് ഡിഫക്റ്റീവ് ആകാനുള്ള പ്രോബബിലിറ്റി എത്രയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊരു റെയർ ഇവൻ്റ് ആണ്. ടോട്ടൽ 100%, 3% മാത്രമേ ഇവിടെ ഡിഫക്റ്റീവ് ആവത്തുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെയുള്ള കേസസ് വരുമ്പോഴത്തേക്ക് ഇത് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മളിതെങ്ങനെ ചെയ്യുന്നത്? നമുക്ക് n ഓൾറെഡി തന്നിട്ടുണ്ട്. n 100 ആണെന്ന്, സാമ്പിൾ ഓഫ് 100 ബൾബ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ n ഈസ് ഈക്വൽ ടു 100 ആണ്. പി എങ്ങനെ കണ്ടുപിടിക്കുന്നത്? പി നമ്മൾ പ്രോബബിലിറ്റി ഓഫ് ഡിഫക്റ്റീവ് ബൾബ്, അതാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. സോ ഡിഫക്റ്റീവ് ബൾബ് എന്നുള്ളതിൻ്റെ പ്രോബബിലിറ്റി ആയിരിക്കും പി. അത് നമുക്ക് എങ്ങനെ കിട്ടുന്നത്?
3% എന്ന ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. സോ 3/100 ആയിരിക്കും 0.03. ഇവിടെ പി എന്ന് പറയുന്നത് വളരെ സ്മോൾ ആണ്, എൻ എന്ന് പറയുന്നത് വളരെ ലാർജ് ആണ്. 0.03 വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് 100 വളരെ ലാർജ് ആയിട്ടുള്ള ഇതാണല്ലോ. അതുകൊണ്ട് നമുക്കിത് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ആക്കാം. അപ്പം എം എന്ന് പറയുന്ന ഇവിടുത്തെ മീൻ എന്താ, എൻ പി. എം കണ്ടുപിടിച്ചാൽ നമുക്ക് ബാക്കിയെല്ലാം കണ്ടുപിടിക്കാമെന്നാണല്ലോ പറയുന്നത്. അപ്പം ഈ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ്റെ അൺനോൺ പാരാമീറ്റർ എം ആണ്. അപ്പോൾ നമ്മൾ എം ഇങ്ങനെ കിട്ടുന്ന എം എന്ന് പറയുന്നത് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിലെ മീനാണ്. മീനിൻ്റെ ഇക്വേഷൻ എന്താ, എൻ പി എന്നുള്ള ഇക്വേഷൻ. സോ 100 × 0.03 ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 3 കിട്ടും. അപ്പം എം = 3 എന്ന് പറഞ്ഞ് കിട്ടി. പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്താ, പി ഓഫ് എക്സ് = e⁻m m⁻x × x ഫാക്ടോറിയൽ. അപ്പോൾ e⁻³ 3x ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാണ് വരുന്നത്. e⁻³ എങ്ങനെ കണ്ടുപിടിക്കുന്നത്, നമ്മൾ കുറച്ച് മുമ്പോടെ കണ്ടതാ. ഇങ്ങനെയുള്ള കേസിൽ നമ്മൾ കണ്ടുപിടിക്കുന്നത് 1/log -3 എന്നുള്ളത് കൊണ്ടാണ് 3 × 0.4343 എന്ന് പറഞ്ഞ് കണ്ടുപിടിച്ചത്. അത് നമുക്ക് 0.498 എന്ന് പറഞ്ഞ് കിട്ടി. നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് 5 ബൾബ് ഡിഫക്റ്റീവ് ആവാനുള്ള പോസിബിലിറ്റിയാണ്. സോ x = 5 എന്ന് പറഞ്ഞ് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. സോ P5 ആണ് കണ്ടുപിടിക്കേണ്ടത്. e⁻³ 3x5/5 ഫാക്ടോറിയൽ. അത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 0.1008 എന്ന് പറഞ്ഞ് കിട്ടും. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇറ്റ് ഈസ് നോൺ ഫ്രം ദ പാസ്റ്റ് എക്സ്പീരിയൻസ് ദാറ്റ് ഇൻ എ സർട്ടൻ പ്ലാന്റ് ദർ ആർ ഓൺ ദ ആവറേജ് 4 ഇൻഡസ്ട്രിയൽ ആക്സിഡൻറ്റ്സ് പെർ മന്ത്. Find the probability that in a given year there will be less than 3 accidents. Assume Poisson distribution. അപ്പോൾ ഇവിടെ ഒരു ആക്സിഡൻറ്റ് കേസാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് എന്നും ബിയും സെപ്പറേറ്റ് ചെയ്ത് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇവിടുത്തെ ക്വസ്റ്റ്യനിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഓൺ ആൻ ആവറേജ് 4 ഇൻഡസ്ട്രിയൽ ആക്സിഡൻറ്റ്സ് എന്ന്. ആവറേജ് എന്ന് വെച്ചാൽ എന്താ, മീനാണ്. സോ എം ഇവിടെ ഡയറക്റ്റായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്, m = 4 എന്ന് പറഞ്ഞ്. അപ്പോൾ നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ പി ഓഫ് എക്സ് എന്ന് പറയുന്നത് e⁻m m⁻x/x ഫാക്ടോറിയലാണ്. സോ e⁻⁴ 4x/x ഫാക്ടോറിയലാണ് കണ്ടുപിടിക്കേണ്ടത്. ക്വസ്റ്റ്യന് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ലെസ് ദാൻ 3 ആക്സിഡൻറ്റ്സ് ഉള്ള കേസിൽ പ്രോബബിലിറ്റിയാണ്. സോ പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ 3 ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിനു മുമ്പ് നമ്മൾ ആദ്യമേ e⁻⁴ കണ്ടുപിടിക്കണം. നമ്മൾ എങ്ങനെയാണ് കുറച്ച് നേരത്തെ പറഞ്ഞ മെത്തേഡ് വെച്ച് e⁻⁴ കണ്ടുപിടിച്ചപ്പം 0.01832 എന്ന് പറഞ്ഞ് കിട്ടി. അപ്പം എക്സ് ലെസ് ദാൻ 3യുടെ പ്രോബബിലിറ്റി നമ്മളെങ്ങനെ കണ്ടുപിടിക്കുന്നത്, നമ്മൾ നേരത്തെയുള്ള ക്വസ്റ്റ്യനുകളിൽ ബൈനോമിയലിൻ്റെ കേസിൽ ചെയ്ത പോലെ തന്നെ x = 0 കണ്ടുപിടിക്കുക, x = 1 കണ്ടുപിടിക്കുക, x = 2 കണ്ടുപിടിക്കുക. അത് മൂന്നും കൂടെ ആഡ് ചെയ്യുന്നതാണ് x ലെസ് ദാൻ 3 എന്ന് പറയുന്നത്. അപ്പം P0, P1, P2 മൂന്നും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കൊരു ഉത്തരം കിട്ടും. അതാണ് നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെ ചെയ്തപ്പോൾ നമുക്ക് 0.2382 എന്ന് പറഞ്ഞാൽ കിട്ടുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 3 നോക്കാം. ഇൻ എ ടൗൺ 10 accidents took place in a span of 100 days. Assuming that the number of accidents follow Poisson, find the probability that there will be 3 or more accidents in a day. അപ്പോൾ ഇവിടെ ഒരു ടൗണിൽ 100 ദിവസത്തിൽ 10 ആക്സിഡൻറ്റ്സ് നടക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇത് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നതെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. നമ്മളോട് 3 അതിൽ കൂടുതൽ ആക്സിഡൻറ്റ്സ് നടക്കുന്നതിൻ്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഔട്ട് ഓഫ് 100 10 ആക്സിഡൻറ്റ്സ് നടക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ആവറേജ് എത്രയായിരിക്കും, 10/100 ആയിരിക്കും. സോ 0.1 ആണ് ആവറേജ്. 0.1 ആവറേജ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, എം ആണ് 0.1. പി ഓഫ് എക്സ് എന്ന് പറയുന്നത് e⁻m m⁻x/x ഫാക്ടോറിയലാണ്. സോ നമ്മൾ എമ്മിൻ്റെ സ്ഥാനത്ത് 0.1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമ്മളോട് ക്വസ്റ്റ്യന് ചോദിച്ചിരിക്കുന്നത് 3 or more ആക്സിഡൻറ്റ്സ് ഇൻ എ വീക്ക് എന്ന് പറഞ്ഞാൽ ചോദിച്ചിരിക്കുന്നത്. സോ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 ആണ് കണ്ടുപിടിക്കേണ്ടത്. എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 3 എന്നുള്ളത് പോയിസോൻ്റെ കേസിൽ നമുക്കറിയാം. ഗ്രേറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റത്തില്ല, കാരണം അത് ഇൻഫിനിറ്റിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 3 കണ്ടുപിടിക്കാൻ നമുക്ക് ഒരു മെത്തേഡേ ഉള്ളൂ, 1 - പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 0, 1, 2, 3 1ൽ നിന്ന് കുറയ്ക്കുക. കാരണം ടോട്ടൽ പ്രോബബിലിറ്റി 1 ആണ് നമുക്കറിയാമല്ലോ. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 എന്ന് പറഞ്ഞാൽ 3, 4, 5, 6 എക്സെട്ര ടു ദ ഇൻഫിനിറ്റിയാണ് പോകുന്നത്. സോ നമുക്കത് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന എന്താ, ടോട്ടൽ പ്രോബബിലിറ്റി 1 ആയതുകൊണ്ട് 1ൽ നിന്ന് എക്സിന് എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 3 എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റ് നമ്മൾ കൺസിഡർ ചെയ്യും. ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 3യുടെ ഓപ്പോസിറ്റ് എന്താ, ലെസ് ദാൻ 3 എന്നുള്ളതാണ്. ലെസ് ദാൻ 3 ഏതൊക്കെ വരും, 0, 1, 2, 3. സോ 1ൽ നിന്ന് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 0, 1, 2, 3 നമ്മൾ സബ്ട്രാക്ട് ചെയ്തിട്ട് അങ്ങനെ വേണം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. സോ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 0, എക്സ് ഈക്വൽ ടു 1, എക്സ് ഈക്വൽ ടു 2 മൂന്നും കണ്ടുപിടിക്കുക. അത് ആഡ് ചെയ്തിട്ട് അത് 1ൽ നിന്ന് കുറച്ചിട്ട് വേണം നമ്മൾ കണ്ടുപിടിക്കാൻ.
അപ്പോൾ നമുക്ക് കിട്ടിയ ഉത്തരം എത്രയാണ്? 0.0002 എന്ന് പറഞ്ഞാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 4 നോക്കാം. Between the hours of 2 and 4 p.m., the average number of phone calls per minute coming into the switchboard of a company is 2.5. Find the probability that during one particular minute there will be no phone call at all, exactly 2 calls and at least 5 calls. അപ്പോൾ ഇവിടെ ഒന്നുകൂടെ തന്നിട്ടുണ്ട്. ഗിവൺ e⁻²ൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, e⁻0.5ൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. സോ അത് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിൽ ആവറേജ് എന്ന് പറഞ്ഞാൽ തന്നെ വാല്യൂ തന്നിട്ടുണ്ട്. ഇത് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. ആവറേജ് നമ്പർ ഓഫ് ഫോൺ കോൾസ് പെർ മിനിറ്റ് കമ്മിങ് ഇൻ ടു ദ സ്വിച്ച് ബോർഡ് ഓഫ് എ കമ്പനീസ് 2.5 എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. സോ എം എന്താ? 2.5 ആയിരിക്കും. നമ്മുടെ p(x) e⁻(m)(x) ഫാക്ടോറിയലാണ്. നമ്മൾ വാല്യൂസ് കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. e⁻2.5ൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. e⁻2.5 എന്ന് വെച്ചാൽ എന്താ? അത് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എങ്ങനെ എഴുതാം? e⁻2 e⁻0.5 എന്ന് പറഞ്ഞ് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. അത് രണ്ട് നമുക്ക് ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. സോ ആ തന്നിട്ടുള്ള രണ്ട് വാല്യൂനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രം മതി. സോ 0.0821 എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടി. ഇനി നമ്മൾ പ്രോബബിലിറ്റി ഓഫ് നോ ഫോൺ കോൾ അറ്റ് ഓൾ. നോ ഫോൺ കോൾ അറ്റ് ഓൾ എന്ന് പറഞ്ഞാൽ എന്താ? x=0 കണ്ടുപിടിച്ചാൽ മതി. സോ p(x)നകത്ത് x=0 എന്നുള്ള വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് വാല്യൂ കിട്ടും. ആ കിട്ടുന്നതാണ് നോ ഫോൺ കോൾസ് എന്നുള്ളതിൻ്റെ ഉത്തരം. അത് 0.0821 ആണ്. ഇനി പ്രോബബിലിറ്റി ഓഫ് എക്സാക്ട്ലി 3 കോൾസ്. എക്സാക്ട്ലി 3 കോൾസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ക്വസ്റ്റ്യനിൽ 2 കോൾസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അത് ആക്ച്വലി 3 കോൾസ് ആണ്. സോ എക്സാക്ട്ലി 3 കോൾസ് എന്നുള്ളത് വരുമ്പോഴത്തേക്ക് p(x)=3 കണ്ടുപിടിച്ചാൽ മതി. p(x)=3 ചെയ്യുമ്പോൾ നമുക്ക് 0.2138 എന്ന് പറഞ്ഞ് കിട്ടും. ഇനി അറ്റ്ലീസ്റ്റ് 5 കോൾസ്. അറ്റ്ലീസ്റ്റ് 5 കോൾസ് എന്ന് വെച്ചാൽ എന്താ? 5 കോളോ അതിന് മേളിലോ. അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് 5 കോൾസ് 5 p(x)greater than or equal to 5 ആണ് വരുന്നത്. അപ്പം x greater than or equal to 5നെ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കണം എന്നാണ് പറഞ്ഞേ? 1 മൈനസ് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് ചെയ്യുക ചെയ്യുന്നത്. അപ്പം x greater than or equal to 5ൻ്റെ ഓപ്പോസിറ്റ് എന്താ? 5 വരെ അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. സോ x< <4 ആയിരിക്കും അതിൻ്റെ ബാക്കി. ഇപ്പോൾ ഇവിടെ x<4 എന്ന് പറഞ്ഞാൽ കൊടുത്തിരിക്കുന്നത്. ഇത് x<<4 ഉണ്ട്. അപ്പം 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് x<<4 ആണ് ചെയ്യേണ്ടത്. അതായത് 1ൽ നിന്ന് x=0, x=1, x=2, x=3, x=4 എന്നുള്ളതിൻ്റെ ആ 4 പ്രോബബിലിറ്റീസ് നമ്മൾ കുറയ്ക്കുക ചെയ്യേണ്ടത്. സോ നമ്മൾ ആ 4 പ്രോബബിലിറ്റീസ് കണ്ടുപിടിക്കുക. 4 പ്രോബബിലിറ്റി കണ്ടുപിടിച്ചിട്ട് 1ൽ നിന്ന് കുറയ്ക്കുക. അങ്ങനെ കുറയ്ക്കുമ്പോൾ നമുക്ക് 1 മൈനസ് 0.89 എന്ന് പറഞ്ഞ് കിട്ടുന്നത്. അത് 0.11 ആയിരിക്കും. നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 5 നോക്കാം. A manufacturer of blades knows that 5% of his product is defective if he sells blades in a box of 100 and guarantees that no more than 10 blades will be defective. What is the probability approximately that a box will fail to meet the guaranteed quality? അപ്പം ഇവിടെ ഡിഫക്റ്റീവ് ബ്ലേഡ് 5% ഡിഫക്റ്റീവ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം 100 ബോക്സിനകത്തുനിന്ന് 10 ബ്ലേഡ് കൂടുതൽ ഡിഫക്റ്റീവ് ആവത്തില്ല എന്ന് ഗ്യാരണ്ടി കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇയാൾ പറഞ്ഞ ആ ഗ്യാരണ്ടി സാറ്റിസ്ഫൈ ചെയ്യാനുള്ള പ്രോബബിലിറ്റി എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. 5% ഡിഫക്റ്റീവ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഡിഫക്റ്റീവ് അതായത് പി എത്രയായിരിക്കും? 5% ആണ്. അത് 5/100 ചെയ്യുമ്പോൾ 0.05 എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഈ ഒരു n എത്രയാണ്? 100 എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. സോ NP ആയിരിക്കും നമ്മുടെ മെയിൻ. അതായത് m എന്ന് പറയുന്നത് NP ആയിരിക്കും. 100 × 0.05 ചെയ്യുമ്പോൾ 5 ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പം p(x)നകത്ത് എമ്മിൻ്റെ സ്ഥാനത്ത് നമ്മൾ 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഇയാൾ പറഞ്ഞത് ഗ്യാരണ്ടി പറഞ്ഞത് എന്താ? 100 ഒരു ബോക്സിനകത്ത് ബ്ലേഡ് 100 ഉണ്ടെങ്കിൽ 10 കൂടുതൽ ഡിഫക്റ്റീവ് ആവത്തില്ലെന്ന്. സോ ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ ഇയാൾ പറയുന്ന പ്രോബബിലിറ്റി നമുക്ക് അക്യൂർ ചെയ്യാമല്ലോ. x>10ൻ്റെ പ്രോബബിലിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. സോ 1ൽ നിന്ന് x<<10ൻ്റെ പ്രോബബിലിറ്റി നമ്മൾ സബ്ട്രാക്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ 1ൽ നിന്ന് മാറ്റുമ്പോഴത്തേക്ക് 0 തൊട്ട് 0, 1, 2, 3 എക്സെട്ര 10 വരെയുള്ളതിൻ്റെ പ്രോബബിലിറ്റി നമ്മൾ കണ്ടുപിടിച്ചിട്ട് അത് 1ൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുക ചെയ്യുന്നത്. അപ്പം നമുക്ക് അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് 0.019 എന്ന് പറഞ്ഞാണ് ഉത്തരം കിട്ടുന്നത്. ഇനി 6th ക്വസ്റ്റ്യൻ നോക്കാം. എ കാർ ഹയർ ഫേം ഹാസ് 2 cars which it hires out day by day. The number of demands for a car on each day is distributed as a Poisson varied with mean 1.5. Calculate the proportion of days on which neither car is used. Some demand is refused. അപ്പോൾ ഇവിടെ ഓൾറെഡി m കൊടുത്തിട്ടുണ്ട്. മീൻ m=1.5 ആണ്. p(x)നകത്ത് കൊണ്ട് ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ആദ്യമേ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നൈദർ
കാർ ഈസ് യൂസ്ഡ്. നൈദർ എന്ന് പറഞ്ഞ് കാർ ഈസ് യൂസ്ഡ് നമ്മളെങ്ങനെ കണ്ടുപിടിക്കുന്നത്? എക്സിന് 0 ഇട്ട് കൊടുക്കുക. സോ പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 0 അത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് (-1.5) ചെയ്താൽ മതി. 0.2231 ആയിരിക്കും നമ്മുടെ കിട്ടുന്ന ഉത്തരം. ഇനി രണ്ടാമത് ചോദിച്ചിരിക്കുന്നത് സം ഡിമാൻഡ് ഈസ് റിഫ്യൂസ്ഡ്. സം ഡിമാൻഡ് ഈസ് റിഫ്യൂസ്ഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഡിമാൻഡായിട്ട് കൊടുത്തിട്ടുള്ളത് എന്താ? ഇവിടെ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട് ഇയാൾ ഡെയിലി 2 കാറാണ് ഹയറിന് വേണ്ടിയിട്ട് വിടുന്നത്. അപ്പം സം ഡിമാൻഡ് ഈസ് റിഫ്യൂസ്ഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു നമ്പർ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് 2നെക്കാട്ടിലും ഗ്രേറ്റർ ആയിരിക്കും എന്നുള്ള കേസാണ് വരുന്നത്. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ട പ്രോബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 2 എന്നുള്ളതാണ്. പ്രോബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 2 എങ്ങനെ കണ്ടുപിടിക്കണം? എപ്പോഴും ഓർക്കുക, പോയിസോൻ്റെ കേസിൽ ഗ്രേറ്റർ ദാൻ 2 എന്നുള്ള ആ ഒരു കേസ് അങ്ങനെയൊക്കെ എന്തെങ്കിലും ഗ്രേറ്റർ ദാനിൻ്റെ പ്രോബിലിറ്റിയെ നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ 1ൽ നിന്ന് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള പ്രോബിലിറ്റി നമ്മൾ സബ്ട്രാക്ട് ചെയ്ത് മാറ്റുക ചെയ്യുന്നത്. സോ ഗ്രേറ്റർ ദാൻ 2ൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് പ്രോബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആണ്. സോ 1ൽ നിന്ന് നമ്മളത് സബ്ട്രാക്ട് ചെയ്ത് മാറ്റണം. അതായത് എക്സ് ഈക്വൽ ടു 0, എക്സ് ഈക്വൽ ടു 1, എക്സ് ഈക്വൽ ടു 2 എന്നുള്ളതിൻ്റെ 3 പ്രോബിലിറ്റീസ് കണ്ടുപിടിച്ചിട്ട് അത് 1ൽ നിന്ന് കുറയ്ക്കുക ചെയ്യണ്ടേ. നമുക്ക് കിട്ടുന്ന എത്രയാണ്? 0.19126 എന്ന് പറഞ്ഞാൽ കിട്ടുന്നത്. നമുക്ക് ഒരു നോട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എഫ് എന്ന് പറയുന്നത്, അതായത് ഫ്രീക്വൻസി എന്ന് പറയുന്നത് n ഇൻറ്റു പ്രോബബിലിറ്റി ആയിരിക്കുന്നത്. ഈ സെയിം നോട്ട് നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിലും കണ്ടതാണ്. നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 7 നോക്കാം. ഔട്ട് ഓഫ് 500 ഐറ്റംസ് സെലക്ടഡ് ഫോർ ഇൻസ്പെക്ഷൻ 0.2% are found to be defective. Find how many lots will contain exactly no defect if there are thousands lots. Use Poisson distribution. ഇവിടെ 500 ഐറ്റംസ് സെലക്റ്റഡ് ചെയ്തതിനകത്ത് 0.2% ഡിഫക്റ്റീവ് ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 1000 ലോട്ട്സ് എടുക്കുന്നതിനകത്ത് ഡിഫക്റ്റീവ് ഒന്നും കാണത്തില്ല. അതിന് പ്രോബിലിറ്റി എത്രയായിരിക്കുന്നത് എത്ര എണ്ണം ഉണ്ടായിരിക്കുന്നത് ചോദിച്ചിരിക്കുന്നത്. പ്രോബിലിറ്റി അല്ല, എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മുടെ n എന്ന് പറയുന്നത് എത്രയാണ്? 500 ആണ്. പി എന്ന് പറയുന്നത് 0.2% ആണ്, അതായത് 0.002 ആണ്. എം നമുക്കറിയാം NP ആണ്. അപ്പോൾ 500 × 0.002 ചെയ്യുമ്പോൾ 1 എന്ന് പറഞ്ഞ് കിട്ടി. പി ഓഫ് എക്സ് നമ്മൾ കണ്ടുപിടിച്ചു. പി ഓഫ് എക്സ് e−1 1x/x ഫാക്ടോറിയലാണ്. ഇവിടെ നോ ഡിഫക്റ്റീവ് എന്നുള്ളത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നോ ഡിഫക്റ്റീവ് എന്ന് പറയുന്നത് പി ഓഫ് എക്സ് ഈക്വൽ ടു 0, എക്സ് ഈക്വൽ ടു 0 ചെയ്യുമ്പോൾ നമുക്ക് 0.3679 എന്ന് പറഞ്ഞ് കിട്ടും. ഇവിടെ നമ്മളോട് ക്വസ്റ്റ്യന് ചോദിച്ചിരിക്കുന്നത് എത്ര എണ്ണം ഉണ്ടെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഇവിടെ 1000 ലോട്ട്സ് എടുത്തിട്ടുണ്ട്. 1000 ലോട്ട്സിനകത്ത് എത്ര എണ്ണം ഇല്ലെന്നുള്ളതാണ്. അപ്പോൾ പ്രോബിലിറ്റി നമുക്കറിയാം 0.3679 ആണ്. സോ 1000 × 0.3679 ചെയ്യുമ്പോൾ നമുക്ക് നമ്പർ ഓഫ് ലോട്ട്സ് കിട്ടും. അത് നമുക്ക് കിട്ടിയ എത്രയാണ്? 368 ആണ്. അപ്പം ഈ ഒരു നോട്ട് വെച്ചിട്ടാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ്റെ ഉത്തരം കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾ ഇതുവരെയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം കറക്റ്റായിട്ട് തന്നെ ചെയ്തിട്ട് ഗൂഗിൾ ക്ലാസ് റൂമിൽ അപ്ലോഡ് ചെയ്യണം. പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനെക്കാളും കുറച്ചൊരു വ്യത്യാസമുണ്ട്. ഇതിൻ്റെ മെയിൻ വ്യത്യാസം എന്താ? ഫൈനൈറ്റ് നമ്പർ ഓഫ് പോയിൻറ്റ്സ് ആയിരിക്കത്തില്ല പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ്റെ കേസ് വരുമ്പോഴത്തേക്ക്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യിപ്പിച്ച 7 ക്വസ്റ്റ്യൻസും ചെയ്തിട്ട് ഗൂഗിൾ ക്ലാസ് റൂമിൽ പറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ സബ്മിറ്റ് ചെയ്യണം. ഇതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.